ഇറാനും യു.എസും തമ്മിലുള്ള യുദ്ധം നിർത്താൻ ഇന്ത്യ മുന്നിട്ടിറങ്ങണം എന്ന് പല രാജ്യങ്ങളും പറയുമ്പോഴും ഇന്ത്യ അതിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനും യു.എസും തമ്മിലുള്ള യുദ്ധം ഇന്ത്യ ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നയതന്ത്രം പൂർണ്ണതോതിൽ പുരോഗമിക്കുകയാണ്. അത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കൂടെ പുരോഗമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം തടയാൻ ലോകത്തിലെ പല പ്രധാന രാജ്യങ്ങളും ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു മുതിർന്ന നയതന്ത്രത്തിന്റെ അഭിപ്രായത്തിൽ യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല സമാധാന പ്രഖ്യാപനത്തിന് മുമ്പ് ഒമാനും തുർക്കിയും ഏറ്റവും രഹസ്യമായ ചർച്ചകൾ നടത്തിയിരുന്നു. ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ഒമാൻ മുമ്പ് പലതവണ മധ്യസ്ഥന്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തവണയും രണ്ട് എതിർകക്ഷികളെയും ചർച്ചകൾക്ക് സജ്ജമാക്കുന്നതിൽ അത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒമാനും തുർക്കിയും മാത്രമല്ല, ഇന്ത്യയും സൗദി അറേബ്യയും ഈജിപ്തും നിരന്തരം ഈ യുദ്ധം നിർത്താനുള്ള സന്ദേശങ്ങൾ അണിയറയിൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. ആശയവിനിമയത്തിനുള്ള ചാനൽ തുറന്നിടാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെ പിരിമുറുക്കം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ഇവർ ശ്രമിക്കുന്നു. ഇന്ത്യക്ക് യു.എസുമായും ഇറാനുമായും നല്ല ബന്ധമുണ്ട്. അതിനാൽ മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള സംഭാഷണം തുടരാനും അത് സഹായിക്കുന്നു. ട്രംപിന്റെ 5 ദിവസത്തെ വെടിനിർത്തൽ തീരുമാനത്തിൽ ഈ രഹസ്യ സംഭാഷണങ്ങൾ എത്രത്തോളം നേരിട്ടുള്ള സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമല്ലെങ്കിലും യുദ്ധം കൂടുതൽ വഷളാകുന്നത് തടയാൻ ഈ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിടവ് നികത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം യുദ്ധത്തിൻ്റെതാണ്. അതേസമയം പല രാജ്യങ്ങളും സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. യു.എസും ഇറാനും തമ്മിലുള്ള വിടവ് നികത്താൻ യുദ്ധത്തിന്റെ 4ാം ആഴ്ചയിൽ ഇത്രയധികം രാജ്യങ്ങൾ ഒത്തുചേരുന്നത് ഇതാദ്യമാണ്. വരും കാലങ്ങളിൽ സമാധാന ചർച്ചകൾ കൂടുതൽ ശക്തമാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ഇരു രാജ്യങ്ങളെയും ചർച്ചകൾക്ക് ഒരുക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇന്ത്യയുടെ ആ ഒരു ശ്രമമാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷയോടുകൂടി ഉറ്റുകാണുന്നത്. കാരണം ഇന്ത്യ മാത്രമാണ് എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഈ രണ്ട് രാജ്യങ്ങളിലും, അതായത് യു.എസുമായും ഇറാനുമായും നല്ല ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇവരെ ഒരു ടേബിളിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ലോക രാജ്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.